നമസ്കാരം. മാർഗരറ്റ് താച്ചറെ പോലെ ഉരുക്കു വനിതയായി അറിയപ്പെടുക എന്നതായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ സന തകൈച്ചി എന്ന ജപ്പാൻകാരി പെൺകുട്ടിയുടെ സ്വപ്നം. ഇപ്പോഴിതാ ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ജപ്പാന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ മകൾ രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി LDPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കൂടിയാണ്. അതിനുമപ്പുറം ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് സന. ജപ്പാനിൽ അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് മുന്നേറുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സന തൈക്കേച്ചിയാകും രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി. സ്ഥാനമൊഴിഞ്ഞ മുൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബയ്ക്ക് പിന്നാലെ എത്തുന്ന ഈ ഉരുക്കു വനിതയ്ക്ക് പ്രധാനമന്ത്രി പദം ഒരു വെല്ലുവിളിയാണ്. കാരണം ജപ്പാനിൽ 5 വർഷത്തിനിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 4ാമത്തെ പ്രധാനമന്ത്രിയാണ് തകൈച്ചി. ജപ്പാനിലെ അധോസഭയിൽ ചരിത്ര വോട്ടുകൾ നേടിയതോടെ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന നേട്ടവും തകൈച്ചിക്ക് സ്വന്തമാണ്. ജപ്പാന്റെ 104ാമത്തെ പ്രധാനമന്ത്രിയെ തകൈച്ചി ഉടൻ തന്നെ അധികാരമേറ്റു. 465 അംഗങ്ങളുള്ള സഭയിൽ 237 വോട്ടുകൾക്കാണ് തകൈച്ചി പ്രധാനമന്ത്രിയാകുന്നത്. അധോസഭയിലും തകൈച്ചിക്ക് മുൻതൂക്കമുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ജപ്പാന്റെ ഉരുക്കു വനിത എന്നാണ് തകൈച്ചി അറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതൽക്കേ തകൈച്ചി ആഗ്രഹിച്ചിരുന്നതും ആ പേരിൽ അറിയപ്പെടാനാണ്. യാഥാസ്ഥിതിക സ്വഭാവം എപ്പോഴും കൂടേണ്ടെന്നൊരു വിമർശനവും തകൈച്ചിക്കെതിരെ ഉയരുന്നുണ്ട്. സാമ്പത്തിക അസമത്വങ്ങൾക്കും തളർച്ചയ്ക്കുമൊപ്പം കുറഞ്ഞ ജനനനിരക്കും അത് ഉയർത്തുന്ന സാമൂഹിക പ്രതിസന്ധിയുമൊക്കെയാണ് ജപ്പാന്റെ ഇപ്പോഴത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ. ഇതടക്കമുള്ള വെല്ലുവിളികൾക്ക് മുന്നിലൂടെയാണ് തകൈച്ചി പ്രധാനമന്ത്രി എത്തുന്നത്. ഇതിനൊക്കെയുള്ള പരിഹാരമാകണം തകൈച്ചി ഇനി കണ്ടെത്തി ജപ്പാനിലെ ജനതയ്ക്ക് നൽകേണ്ടത്. 295 LDP നിയമസഭാംഗങ്ങളും അംഗത്വമെടുത്ത 10 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളും ചേർന്നാണ് തകൈച്ചിയെ 2 മാസം മുമ്പ് LDP പാർട്ടിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. നിലവിൽ അധികാരത്തിലുള്ള 2 മന്ത്രിമാരും മുൻ ക്യാബിനറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികളെ തോറ്റു തുന്നം പാടിച്ചാണ് തകൈച്ചി LDP പാർട്ടിയുടെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഇതാ ലോകശ്രദ്ധ നേടിയ ജപ്പാന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക്. മുൻ പ്രധാനമന്ത്രി ഇഷിബയ്ക്ക് കഴിയാത്തതൊക്കെ ചെയ്തു കാട്ടുക എന്നതാകും സന തകൈച്ചിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നാരയിലെ പോലീസ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന മാതാവിന്റെയും ഓട്ടോമോട്ടീവ് മേഖലയിലെ ജീവനക്കാരനായിരുന്ന പിതാവിന്റെ മകളായാണ് തകൈച്ചി ജനിച്ചത്. കോബെ സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടി. US കോൺഗ്രസിൽ കോൺഗ്രഷണൽ ഫെലോ ആയി ജോലി നോക്കി. മോട്ടോർ ബൈക്കുകളോട് അതീവ കമ്പമുണ്ടായിരുന്നു. തകൈച്ചി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു അവതാരകയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ചൊരു ഡ്രമ്മറാണ്. തകൈച്ചി തന്റെ ഡ്രമ്മുമായി എത്തുമ്പോൾ നിരവധി സ്റ്റിക്കുകൾ കയ്യിലുണ്ടായിരുന്നു. കാരണം ഡ്രം വായിക്കുന്നതിന്റെ ആ ആവേശത്തിൽ നിരവധി തവണ തകൈച്ചിയുടെ ഡ്രം സ്റ്റിക്കുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത്ര അഗാധമായാണ് തകൈച്ചി തന്റെ ഡ്രമ്മുകൾ വായിക്കുന്നത്. ഇനി ജപ്പാൻ രാഷ്ട്രീയത്തെയും ഡ്രം സ്റ്റിക്കുകൾ കൊണ്ട് കൈകാര്യം ചെയ്യാനാണ് തകൈച്ചിയുടെ തീരുമാനം. ആഭ്യന്തരം, കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക സുരക്ഷ, ലിംഗസമ്മതം തുടങ്ങി നിരവധി മന്ത്രിസ്ഥാനങ്ങൾ ഇതിനു മുമ്പ് LDP സർക്കാരിൽ തകൈച്ചി വഹിച്ചിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബ കഴിഞ്ഞ മാസമാണ് രാജിവെച്ചത്. അതിന് പിന്നാലെയാണ് ജപ്പാനിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇഷിബ രാജിവെക്കണമെന്ന് മുറവിളി ഉയർന്നിരുന്നു. അങ്ങനെയായിരുന്നു രാജി. ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ LDPക്ക് കേവല ഭൂരിപക്ഷമായ 248 സീറ്റുകൾ പോലും ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഇഷിബ എന്ന് പ്രധാനമന്ത്രിയായി. പക്ഷേ അദ്ദേഹത്തെ അധികകാലം ആ സീറ്റിൽ ഇരിക്കാൻ ജപ്പാൻ രാഷ്ട്രീയം അനുവദിച്ചതുമില്ല. അധോസഭയിലും LDP പാർട്ടി തിരിച്ചടി നേട്ടിരുന്നു. പക്ഷെ ഇത്തവണ സനെ തകൈച്ചിയുടെ നേതൃത്വത്തിൽ വൻ തിരിച്ചു വരവാണ്. മികച്ച വ്യക്തമായൊരു ഭൂരിപക്ഷമാണ് ജപ്പാൻ പാർലമെന്റിൽ LDP പാർട്ടി നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാജയങ്ങളെ ചരിത്ര വിജയമാക്കി മാറ്റാനുള്ള ദൗത്യവുമായാണ് സന തകൈച്ചി എന്ന ഉരുക്കു വനിത ഇപ്പോൾ ജപ്പാന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച